ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ബി.ജെ.പി. ആധിപത്യം പുലർത്തിയ വിജയം തന്നെയാണ് ഉണ്ടാക്കിയത്. എങ്കിലും ഭരണവിരുദ്ധ തരംഗം കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. 14 വർഷത്തിന് ശേഷമാണ് ബി.ജെ.പി. ഉത്തർപ്രദേശിൽ എത്തുന്നത്. അതുപോലെ ഉത്തരാഖണ്ഡിലും ഭരണത്തിനെതിരായ വിധിയെഴുത്താണ്. ആ നിലയ്ക്ക് കൂടി കാണേണ്ട. ഇവിടെ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ശ്രീ KVS ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി എന്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ളിടത്ത് ഉത്തർപ്രദേശിൽ പറഞ്ഞു കേൾക്കുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ്. ലാലെ, ഞാനിതിനെ ഒരു കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പം മോഹിയുടെ അഹങ്കാരം കൂടും, BJP ശക്തമാവും, അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന ഒരു എല്ലാവരും പറയുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള സംസാരമാണ് കേൾക്കുന്നത്. ഞാനതിന് വേറൊരു തരത്തിലായി. ഇതോട് കൂടിയിട്ട് നരേന്ദ്രമോദിയുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നരേന്ദ്രമോദി ഉത്തർപ്രദേശ് കൂടി നോക്കി ഭരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അവിടെ ഒരു നേതാവില്ല. അതുകൊണ്ടല്ല ആസ് എ ലീഡർ, ആസ് എ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുക. കാരണം ഇതൊരു വലിയ മാൻഡേറ്റാണ് നരേന്ദ്രമോദിക്ക് കൊടുത്തിട്ടുള്ളത്, UP ഉത്തരാഖണ്ഡും. അപ്പോൾ ഉത്തർപ്രദേശിൽ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അതായത് റംസാൻ ഉള്ളപ്പോൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് ഉള്ള വർഗ്ഗക്കാർക്ക് ഉറപ്പിക്കണം. അതുപോലെ ഖബറിസ്ഥാനിലുള്ള കാര്യങ്ങൾ എത്ര കൊല്ലം ഞാൻ ചെറുപ്പം വളരെ കുട്ടിക്കാലത്ത് KG മാരാർജിയുടെ ഇവർക്കൊക്കെ ഓർമ്മയുണ്ടോ? മാരാർജിയുടെ പ്രസംഗം കേൾക്കാൻ പോകാറുണ്ട്. ആ പ്രസംഗത്തിൽ എന്തും പറയുന്നതാണ്. ഞാൻ പ്രസംഗത്തിൽ സാധാരണ EMSന്റെ പ്രസംഗത്തിൽ തന്നെ എത്ര ദ്വയാർത്ഥം പ്രയോഗങ്ങളുണ്ടാവും. ആലോചിച്ച് നോക്കുള്ളൂ. ഇപ്പൊ ഇവരൊക്കെ ഉണ്ടല്ലോ അടുത്ത്. ഒരുപാട് പ്രസംഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ജേക്കബ് ജോർജ് ഇതൊക്കെ തോന്നിയ പോലെ ഇലക്ഷനിലൊക്കെ പറയാവുന്നതാണോ? ഇലക്ഷൻ കാലത്ത് മാത്രമല്ല, ഞാൻ പറഞ്ഞ അല്ല, ഞാൻ തീർച്ചയായിട്ടും കടുത്ത വർഗീയതയായിപ്പോയി എന്ന് എല്ലാവരും നമുക്കൊക്കെ പോയി പ്രസംഗിക്കാം. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഉഴവൂർ വിജയന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ ശ്രീ ജേക്കബ് ജോർജും ഡോക്ടർ ശൂരനാടും ഒക്കെ. എന്തൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും മുഖ്യമന്ത്രി അല്ലല്ലോ. ഒരു എന്നാൽ പോലും ഉണ്ട്. വളരെ മൃദുവായിട്ട് സംസാരിക്കുന്ന ആളാണ്. അതെ, ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. ഗൗരവ അല്ല, മറ്റേ കുന്തൻ ചന്ദ്രാവത്ത് പറയുന്നത് പോലെ അതുപോലെ ഒരു കടുത്ത ഭാഷ ഞാൻ ഉപയോഗിക്കത്തില്ല. ഞാൻ വളരെ മയമായിട്ട് ഉള്ള ഒരു നിലയിലാണ്. പ്രത്യേകിച്ച് ഞാനൊരു വെജിറ്റേറിയൻ കൂടിയാണ്. അപ്പൊ എന്റെ പ്രസംഗം മിക്കവാറും വെജിറ്റേറിയൻ പ്രസംഗമായിരിക്കും. രാഹുലും അങ്ങനെ തന്നെയാണ്. KVS അത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്നിച്ചാണ് ഭക്ഷണം കഴിച്ചത്. നരേന്ദ്രമോദി അങ്ങനെയാണ്. നരേന്ദ്രമോദി അങ്ങനെയാണോ? കൃത്യമായിട്ട് അതെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് അദ്ദേഹത്തോട് തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗം ഈ പറഞ്ഞ പോലെ ആവുന്നല്ലോ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ശൈലി ആണ് അതിലെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. ഞാനും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അടുത്ത വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട് 2-3 മാസം മുമ്പാണ്. അപ്പോൾ ഈ ആളുകളെ കൈകാര്യം ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് ഇല്ല. ആളുകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം അത്ര മോശക്കാരനല്ല. ചോദ്യം ഇതാണ്, BPLകാർക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വൻതോതിൽ വലിയൊരു ജനവിഭാഗമാണ് അവിടെ. അങ്ങനെ ഒരു ജനവിഭാഗത്തിന് ഗ്യാസ് കണക്ഷൻ കൊടുക്കുമോ? അതാണ് ചോദ്യം. കാരണം ഇപ്പൊ തന്നെ വരുമാനം കുറവുള്ള സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് LPG കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി നിലവിലുണ്ട്. ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പുതിയ സ്കീം അല്ലാതെ അല്ല, അത് കൊടുക്കാൻ അവിടുത്തെ മുഴുവൻ ആൾക്കാർ കൊടുക്കാൻ കഴിയണമല്ലോ. എല്ലാവർക്കും കഴിയുമെന്നുള്ളതല്ല. ആ സ്കീം നിലവിലുണ്ട്. അതാത് സംസ്ഥാനങ്ങൾ ഇപ്പൊ കേരളത്തിലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടെ? ഇതിപ്പോ നരേന്ദ്രമോദി നേരിട്ടാണോ ഇപ്പൊ കേരളത്തിലെ ഒരു വില്ലേജിൽ ഗ്യാസ് കണക്ഷൻ കൊടുക്കണമെങ്കിൽ അതിന് ആ സംവിധാനമുണ്ട്. ആ സംവിധാനം അനുസരിച്ച് അത് നടപ്പിലാക്കണം. എല്ലാ സ്കീംസും നമ്മൾ 2022 ഞങ്ങൾ ജയിച്ചാൽ മുഴുവൻ ആൾക്കാർക്കും കൊടുക്കുമെന്ന് പറഞ്ഞത് കൊടുക്കുമോ ഇല്ലയോ? ശരി, അത് അവിടുത്തെ കൊടുക്കാൻ കഴിയില്ലല്ലോ. അതല്ലേ പ്രശ്നം. ശ്രീ ജോ ആന്റണി, എന്തായാലും BJP ഇപ്പോൾ പലതും കൊടുക്കാമെന്ന് പറഞ്ഞ അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാകാൻ പോകുന്നു. വോട്ട് ഷെയറിന്റെ കണക്ക് നോക്കുമ്പോൾ നിങ്ങളെക്കാളും വോട്ട് BSPക്ക് ഉണ്ടെങ്കിലും നിങ്ങളുടെ നേതാവ് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവാകുക. എന്താണ് BJP ചെയ്യുമെന്ന് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ആദ്യം ആവശ്യപ്പെടാനുള്ളത്? സിലിണ്ടർ പദ്ധതി അത് വളരെ കുട്ടിഘോഷിച്ച് അവിടെ പറയുണ്ടായി.
ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് BJP അധികാരത്തിൽ വന്നാൽ ഉടനെ ഇതെല്ലാം കൊടുക്കുമെന്ന്. കൊടുത്താൽ നല്ലത്, അവർ കൊടുക്കണം. അത് അവർ പറയുന്നത് എന്താണോ അത് പ്രാവർത്തികമാക്കി അവരെ കാണിച്ചാൽ വളരെ നല്ലത്. അതാണ് സംഭവിക്കേണ്ടത്. പക്ഷെ ഞാൻ നരേന്ദ്രമോദിയുടെ ഒരു റാലിയിൽ പോയ ഏതൊരു മാധ്യമ പ്രവർത്തകർ ഏതൊരു ചാനലിൽ അവിടെ തടിച്ചുകൂടിയ സ്ത്രീകളോട് ചോദിക്കുന്നത് കേട്ടു, നിങ്ങൾ എന്തുകൊണ്ടാണ് BJPയെ പിന്തുണയ്ക്കുന്നത്? അപ്പോൾ അതിനകത്ത് അവിടെ കൂടിയിരുന്ന സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടും, ഞങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടും, ഞങ്ങൾക്കൊരു ഗ്യാസ് കണക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞു ഗ്യാസ് കിട്ടും. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആർക്കും കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രൂപ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എല്ലാവരുടെ അക്കൗണ്ടിലോട്ട് എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഡിമോണറ്റൈസേഷൻ കഴിഞ്ഞപ്പോൾ വലിയ രൂപത്തിൽ ഒരു പ്രചരണം നടന്നു. ഇവിടെ കേരളത്തിൽ വരെ ഞാൻ കേട്ടതാണ്, പല അക്കൗണ്ടുകളിലേക്കും 10,000 രൂപ വന്നു, 20,000 രൂപ വന്നു. ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങൾ ഞാൻ ആദ്യമേ ഈ പഞ്ചതന്ത്രത്തിന്റെ ചർച്ചയിലേക്ക് ഞാൻ കടന്നു വന്ന സമയത്ത് പറഞ്ഞു 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നുണപ്രചരണം, വർഗീയവാദം, ഈ 2 സാധനങ്ങളാണ് അതിനകത്ത് 1ഉം 2ഉമായിട്ട് ഞാൻ പറഞ്ഞത്. ഈ 2 കാര്യങ്ങളിൽ ഇവർ അത്യുഗ്ര വിജയം കൈവരിച്ചിരിക്കുന്നു. ഏതാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ നടപ്പിലാക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ അത് ആഗ്രഹിച്ചിരിക്കുന്നു, അവരെ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നു. ശരി, പക്ഷെ നാളെ ഇതുവരെ അവരുടെ പ്രവർത്തനം നിങ്ങളുടെ പാർട്ടിയും SP-യോടൊപ്പം നിന്ന് ഇതൊക്കെ പറയേണ്ടതാണ്. അതിനുള്ള ആർജവം ഉണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ തന്നെ ഡോക്ടർ രായനോട് പറഞ്ഞല്ലോ, അതിനുള്ള ആർജവം ഓരോ ദിവസം കഴിയുന്നതോറും കൂടി വരുന്നു. ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷയേക്കാൾ കൂടുതൽ UP-യിലുണ്ടായത് ഒരു പ്രത്യേക സാഹചര്യമാണ്. 5 സ്റ്റേറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 3 സ്റ്റേറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1ാം സ്ഥാനത്ത് തിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം തന്നെയാണ് അത് വന്നത്. ഇവിടെ നേരത്തെയുള്ള ചർച്ചയിൽ വന്നല്ലോ, രാഹുൽ അങ്ങോട്ട് മാറിയാൽ ഇതെല്ലാം കൂടെ അങ്ങ് ചേരുമെന്നാണ് പറഞ്ഞത്. രാഹുലിൻ്റെ തുടക്കമാണ് ബീഹാറിൽ തുടങ്ങിയത്. രണ്ടാമത് തുടക്കം, എളിയ തുടക്കം തുടങ്ങി UP-യിൽ. 2019 ആകുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടിയാവും. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ 2019 ഇന്ത്യയിൽ മോഡിക്കെതിരായി അതിശക്തമായി മതേതരത്വ കക്ഷികളെ ഒരുമിച്ച് ചേരുന്ന ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി കോൺഗ്രസ് മാറും. ആ മാറുന്നതിന് ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ, KVS പറഞ്ഞതിന് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞു ഉത്തരവാദിത്വം കൂടത്തേ ഉള്ളൂ മോഡിക്കെന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഏറ്റവും വലിയ കലാപം ഉണ്ടാകാൻ പോവുക. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്വാനി നിൽക്കുകയാണ് പ്രസിഡന്റാകാൻ. അദ്വാനി ജീവനുണ്ടെങ്കിൽ ആദ്യം ഇദ്ദേഹം ആകുമോ? ഇദ്ദേഹത്തിന് കൂടുതൽ ഇപ്പോൾ വോട്ട് കിട്ടിയില്ലേ? അത് ഏറ്റവും വലിയ കലാപം BJP-യിൽ തുടങ്ങാൻ ശ്രീ KVS, ഞാൻ സുജാതയിലേക്ക് വരുന്നതിന് മുമ്പ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിട്ടുപോയൊരു കാര്യമാണത്. ശ്രീ അദ്വാനിയുടെ പേരിലുള്ള കേസുകളൊക്കെ ഇപ്പൊ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗക്കാർ ഇപ്പോൾ അത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു. സുപ്രീം കോടതിയിൽ CBI അപ്പീൽ കൊടുത്തത് ഏത് കാലത്താണ്? ആ കേസ് പരിഗണനയ്ക്ക് ഇപ്പോൾ വന്നതിന് നരേന്ദ്രമോദിയാണ് ഉത്തരവാദി. ആ കേസ് കൊടുത്തത് ആരാ? UPA ഗവൺമെന്റിന്റെ കാലത്താണ്. അയോധ്യ കേസാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരുപാട് കേസുകൾ ഇങ്ങനെയൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാത്ത ആളാണോ? ഞാൻ ചോദിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞല്ലോ അഡ്വാനി രാഷ്ട്രപതി ഒന്നും ആകാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നീക്കം BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അതെന്താണ്? അദ്ദേഹം അതിനുള്ള യോഗ്യതയല്ല. അതല്ല, അഡ്വാനിയൊക്കെ ഒരു എന്താ പറയാ, ഒരു ആക്റ്റീവ് പൊളിറ്റിക്സ് ചിന്തിക്കേണ്ട ഒരു മണ്ഡലം ഉണ്ടല്ലോ, അതിൽ പെടേണ്ട ആളാണ്. പൊളിറ്റിക്സ് അല്ല, ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്ന് റിട്ടയർമെന്റിന് അദ്ദേഹവും പ്രാക്ടിക്കലി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കമ്പൽസറി റിട്ടയർമെന്റ് കേട്ടിട്ടുണ്ട്. മോഡി അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് റിട്ടയർ ചെയ്തോളാം. ഞാൻ ചോദിക്കണത് അത് അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാവുന്ന ആളാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ. ഞാൻ ചോദിക്കണത് അദ്ദേഹത്തിന് ഇത് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു ഇടയ്ക്ക് കയറി ഇപ്പോൾ കേരളത്തിൽ VS അച്യുതാനന്ദൻ പറയുന്നിടത്തോളമൊന്നും ഏതായാലും LK അഡ്വാനി കയറി പരസ്യമായിട്ട് പ്രതികരിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. ഞാൻ പറയാം, അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിട്ടല്ല. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടവർ സംസാരിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഹിസ് റോൾ. അത് അതിന് സംഘടന സംവിധാനമുണ്ട് BJP-ക്കകത്ത്, സംഘപരിവാറിനകത്ത്. നിങ്ങളുടെ റോൾ ഇന്നതാണ്, യു ഹാവ് ടു ബി ദെയർ. അത് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ആ ഒരു സംശയം പ്രൊമോഷണൽ അവന്യൂസ് അതിന് കിട്ടുന്നുണ്ട്. അദ്വാനിക്ക് അത് കിട്ടുമെന്ന് സംശയം എനിക്കുണ്ട്. ആ വ്യത്യാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെരുമാറുന്നത് മാതിരി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അദ്വാനിക്ക് മിണ്ടാൻ സ്വാതന്ത്ര്യമില്ല. ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് വാനപ്രസ്ഥത്തുള്ള സമയമായി. നിങ്ങൾ ഇദ്ദേഹത്തെ ചവിട്ടിപ്പോക്കി തന്ന ആളുകൾ അത് മൈൻഡ് ചെയ്യില്ല. കേരളം ചിലപ്പോൾ മൈൻഡ് ചെയ്യണ്ടാവും. രീതി അനുസരിച്ച് രാഷ്ട്രപതിയാകാൻ പറ്റില്ല. അല്ല, അത് വളരെ അദ്ദേഹം മുരളി മനോഹർ ജോഷി പോലുള്ളവര്
എനിക്ക് തോന്നണില്ല അങ്ങനെ ഒരു തിങ്കിങ് പോലും സംഘടനയ്ക്കുള്ളിൽ ഏതെങ്കിലും തലത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ആക്കി കൂടായിരുന്നു ആ സമയത്ത്? ബാബു, KVS അല്ലല്ല, ഭാസ്കരേന്ദ്ര ബാബു, അതായത് ഈ KVS പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നരേന്ദ്രമോദിയെ പോലെ ഒരാളാണ് പ്രധാനമന്ത്രി ആകേണ്ടത്. അത് ഏതുപോലെയുള്ളതാണെന്നുള്ളത് അങ്ങക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഒരാൾ രാഷ്ട്രപതി ആകണം. അതായത് സംഘപരിവാറിന്റെ ആ ഒരു ഇമേജ് ഉള്ള നല്ലൊരാൾ സംഘപരിവാറിന്റെ ഒന്നും അല്ലാന്ന് അഡ്വാനി എന്നാണ് നിങ്ങൾ പറയുന്നത്. അതാണ് എന്റെ സംശയം. അപ്പൊ എന്താണ് കുഴപ്പം അദ്വാനിക്ക്? ഒരു ഏജ് കഴിഞ്ഞാൽ സംഘടനാ വർക്കിൽ മാറി നിൽക്കുന്ന ഏജാണ് പ്രശ്നം. ഏജ് ഏജ് ഒരു ഫാക്ടറി അല്ല. മറിച്ചൊരു കാര്യം നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്. ഓരോ തിങ്കിങ് ആണ്. അല്ല KVS, ഒരു കാര്യം ഞാൻ പറയാം. ചില ആൾക്കാരുടെ പേര് വന്നത് നമ്മളിവിടെ ഉണ്ടാക്കിയതല്ല, മറിച്ച് പത്രങ്ങളിൽ വന്നതാണ്. ആരുടെയൊക്കെ? അദ്വാനി, മുരളി മനോഹർ ജോഷി, സുഷമാ സ്വരാജ്, ഇ ശ്രീധരൻ തുടങ്ങിയവരുടെയൊക്കെ പേര് വന്നിട്ടുണ്ട്. അപ്പം ആ നിലയ്ക്ക് പേര് വന്നത് പത്രങ്ങൾ ഉണ്ടാക്കിയതാ, ദേശീയ പത്രങ്ങളിൽ വരുന്നതാണ്. എന്റെ സംശയം KVS, അതായത് മുൻകാലങ്ങളിൽ അബ്ദുൽ കലാമിനെ പോലെ ഒരാളെ കൊണ്ടുവന്ന സാഹചര്യമുണ്ട് BJP വന്നപ്പോ. അത് ഉദ്ദേശിച്ചാണോ അങ്ങ് പറഞ്ഞത് അദ്വാനി വേണ്ട, മുരളി മനോഹർ ജോഷി വേണ്ട എന്ന്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറ്റതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ബിട്ടാസ് ചോദിച്ചു, നിങ്ങളുടെ മുമ്പിൽ ഒരു സജഷൻ ഉണ്ട്, ആരായിരിക്കും തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് അപ്പൊ ഒരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് എന്നോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ഇത് ചോദിക്കാൻ. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. അത് ഞാൻ കേട്ടു. അത് ഞാൻ പറഞ്ഞു സുമിത്ര മഹാജനുള്ള സാധ്യത. രണ്ടാമത്തെ ഒരു കാര്യം ഏജ് ഫാക്ടർ പ്രതികൂലമല്ലെങ്കിൽ, ഞാൻ പറഞ്ഞ ഏജ് ഫാക്ടർ പ്രതികൂലമാണ്. രാംനായിക് ഇപ്പോഴത്തെ UP-യിലെ ഗവർണർ ഇതുപോലെ തന്നെ ഈ കപ്പാസിറ്റിയിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു ജെന്റിൽമാനാണ്. ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത് ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ കണക്കാക്കുന്നത് അതിനുള്ള സാധ്യത സുമിത്ര മഹാജനാണ് എന്നാണ്. പക്ഷേ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി മെമ്പർ അടക്കമുള്ള പോകാനുള്ള കാര്യം അങ്ങനെയാണ്. അബ്ദുൽ കലാം രാഹുൽ ഈശ്വർ അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. അതായത് രാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഇമേജ് ഉള്ള ഈ മൈനോറിറ്റി ഒന്നും അല്ലാത്ത ഒരാൾ തന്നെ. ഉപരാഷ്ട്രപതിയാണ് ഈ മൈനോറിറ്റിയിൽ നിന്നോ ദളിത് വിഭാഗത്തിൽ നിന്നോ ഒക്കെ കണ്ടുവച്ചിരിക്കുന്നത്. ശ്രീ KVS ചിരിക്കാൻ ശ്രമിച്ചിട്ട് ചിരി വരുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. ഇതിലിപ്പോ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് രാഷ്ട്രപതി വരുന്നതെങ്കിൽ നാച്ചുറലി ഉപരാഷ്ട്രപതി ചോയ്സ് വിൽ ബി ഫ്രം ദ സൗത്ത്. അങ്ങനെ ഒരു കീഴ്വഴക്കം കാലങ്ങളായിട്ട് ഒരു ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നോ ആണെങ്കിൽ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നാകാം ഉപരാഷ്ട്രപതി. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഭൈരൻ സിംഗ് ഷെഖാവത്ത് ഉപരാഷ്ട്രപതി ആയില്ലേ? എന്തുകൊണ്ടായിരുന്നു? അദ്ദേഹം അവിടുത്തെ ഒരു സീനിയർ ടോളസ്റ്റ് ലീഡർ ആയിരുന്നു ആ കാലത്ത് BJP. സീനിയർ ആയിട്ടുള്ള ഒരു ലീഡർ ആയിട്ടുള്ള പ്രതിഭാ പട്ടേൽ വന്നതിനെക്കാട്ടും നല്ലതല്ലേ? പ്രതിഭാ പട്ടേൽ ഞാൻ പറയുന്നത് അഡ്വാനി രാഷ്ട്രപതി എന്ത് സംഭവിക്കുന്നോ? പണ്ട് കർണാടക കഷ്ടകാലത്തിന് സുധീനെ പിടിച്ച് സ്പീക്കറോ മറ്റാക്കിയില്ലേ? അന്ന് നമ്മൾ കണ്ടല്ലേ? അതന്നെ സംഭവിക്കും. നമുക്ക് പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകേണ്ട ആവശ്യപ്പെട്ടിരിക്കുന്നു. ഉത്തർപ്രദേശ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീരാത്ത കഥകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഉത്തർപ്രദേശിൽ നിന്ന് പഞ്ചാബിലേക്ക് ഒന്ന് പോകേണ്ട അവസ്ഥയുണ്ട്. പഞ്ചാബിലേക്കുള്ള ചർച്ചയ്ക്ക് കോപ്പ് കൂട്ടുമ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും BJP-യും എവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളത്. 10 വർഷത്തിന് ശേഷം പഞ്ചാബിലേക്ക് കോൺഗ്രസ് തിരിച്ചെത്തിയിരിക്കുന്നു. അവിടെയും BJP-യിൽ നിന്ന് നേതാക്കൾ കോൺഗ്രസിലേക്ക് വന്നതിന്റെ കഥകളുണ്ട്. ഉത്തർപ്രദേശിൽ തിരിച്ചു സംഭവിച്ചപ്പോൾ പഞ്ചാബിൽ പകരം വീട്ടി. ഇത് കോൺഗ്രസിനെയും BJP-യെയും കുറിച്ച് ഇടതുപക്ഷ നേതാക്കൾക്ക് ഉള്ള പതിവ് വിമർശനത്തിനുള്ള അതിന്റെ ആക്കം കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ VV രാജേഷ് കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. VV രാജേഷ്, വിജയത്തിന്റെ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക്. ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും വിജയത്തിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാണ് അങ്ങ് സ്റ്റുഡിയോകളിലേക്ക് എത്തുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ചർച്ച ഒരുപാട് ഘട്ടങ്ങൾ പിന്നിട്ട് ഇപ്പോൾ പഞ്ചാബിലേക്ക് എത്തിയിരിക്കുമ്പോൾ അങ്ങേക്ക് സന്തോഷമുള്ള ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല. ഉത്തരം അങ്ങ് പറഞ്ഞേ തരും. ലാലെ, ഒരു തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോൾ നിർഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കും BJP-ൽ. കേരളത്തിൽ ഇനി പ്രവർത്തിക്കാനേ പറ്റില്ല. ഞാൻ കേരളത്തിൽ BJP-ൽ പ്രവർത്തിക്കും. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റാൽ ദൗർഭാഗ്യമാവുമെന്ന് കരുതിയിട്ട്. ബീഹാറിൽ 2014 ജയിച്ചു ഡൽഹിയിൽ. നമ്മൾ ഇതേ സ്റ്റുഡിയോയിൽ കുറച്ചുകൂടി ഡയസിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ചർച്ച ചെയ്തു. ഞങ്ങൾ ബീഹാറിലും ഡൽഹിയിലും തോറ്റില്ലേ. അതിനുശേഷം വീണ്ടും നമ്മൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് പഞ്ചാബിൽ ഇത്രത്തോളം പിറകിൽ പോകുമെന്ന് കരുതിയില്ല. പക്ഷേ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുമെന്ന് തീർച്ചയായും വിചാരിച്ചിരുന്നു. 2 വർഷം മുമ്പ് തന്നെ BJP അത് തിരുത്താൻ വേണ്ടി നല്ല ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമങ്ങളൊന്നും ദൗർഭാഗ്യവശാൽ ഫലവത്തായില്ല. പക്ഷേ
അടുത്ത 5 വർഷം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പുണ്ടോ ഞങ്ങൾക്ക് എന്തായാലും ഈ ചോദ്യം അങ്ങ് എന്നിൽ നിന്ന് പെട്ടെന്ന് ആദ്യമേ പ്രതീക്ഷിക്കാത്തതുകൊണ്ടായിരിക്കും. ഞാൻ 2 മിനിറ്റ് തരാം. അതിന് മുമ്പ് ആ കണക്കും നമുക്ക് കാണാം. പഞ്ചാബിൽ ഇതാണ് സീറ്റിന്റെ നില. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 77 സീറ്റ് 117-ൽ. നമ്മൾ ഇതേ ഊർജ്ജത്തോടുകൂടി ഇതേ ശൈലിയിൽ തന്നെ പറയണം. കാരണം ഉത്തർപ്രദേശിൽ ഇങ്ങനെയാണല്ലോ BJP കുറിച്ച് പറഞ്ഞത്. 325 എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 77. ഡോക്ടർ ശൂരനാട് രാജശേഖരന് എന്നാലേ ഒരു ആവേശമൊക്കെ വരുന്നുള്ളൂ. അതെ, അതൊക്കെ ഇപ്പൊ പോകും. ശിരോമണി അകാലിദൾ പ്ലസ് BJP എന്നുള്ള പേര് പോലും അവിടെ എഴുതാൻ സ്ഥലമില്ല ഈ പഞ്ചാബിന്റെ കാര്യമായതുകൊണ്ട്. 18 സീറ്റുകൾ BJPയുടെ മാത്രം. അത് രാജേഷ് പറഞ്ഞു തരും എത്രയാണെന്നുള്ളത്. ആം ആദ്മി പാർട്ടി കൊട്ടിഘോഷിച്ച് പഞ്ചാബ് ഭരിക്കാനെത്തിയ പ്രൊഫസർ സെയ്ദലവിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് 20 സീറ്റ് മാത്രം, മറ്റുള്ളവർക്ക് 2. ഇതാണ് അവസ്ഥ. രാജേഷ് തന്നെ പറയാം. എത്ര സീറ്റാണ് അവിടെ ഇപ്പൊ BJPക്ക് അറിയോ? 4. പറഞ്ഞല്ലോ BJPക്ക് തോറ്റ സ്ഥലത്ത് സീറ്റൊക്കെ തന്നെ ഞങ്ങളെക്കാളും കൃത്യമായിട്ട് അറിയാം. അതാദ്യം പറയൂലേ, ഭരണവിരുദ്ധ തരംഗമാണ്. അല്ല, അവിടുത്തെ ഭരണം മെച്ചമായിരുന്നില്ല. അവിടുത്തെ ഭരണം ഒരിക്കലും ഒരു BJPയുടെയുമായി ബന്ധപ്പെട്ട് BJPയുടെ ഒരു സഖ്യകക്ഷിയും BJPയും ചേർന്ന് ഭരിക്കാൻ വേണ്ടി ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ഭരണമേ ഒരിക്കലും ആയിരുന്നില്ല. ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും മോശപ്പെട്ട ഭരണങ്ങളൊന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മെച്ചപ്പെടുത്താൻ പലവണ ശ്രമിച്ചു. ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. ഇനി വീണ്ടും തുടങ്ങേണ്ടിയിരിക്കുന്നു. ആ തുടക്കം നല്ല ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിൽ അവസാനിക്കും. ശരി, ഞാൻ ഈ ഘട്ടത്തിൽ എനിക്ക് ശ്രീ KVS ഹരിദാസിനെ മറ്റൊരു ചാനൽ റാഞ്ചാനായി വണ്ടിയുമായിട്ട് പുറത്ത് നിൽപ്പുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിനുള്ള ഒരു ചോദ്യം തന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വിടാം. ഇപ്പോൾ പഞ്ചാബിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് രാജേഷിന് പറയുന്നതിന് പരിമിതിയുണ്ട്. അങ്ങേക്ക് അതൊന്നും തിരിഞ്ഞും പറഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, പഞ്ചാബിൽ ഇപ്പോൾ രാജേഷ് പറഞ്ഞത് തന്നെയാണ് വസ്തുത. മഹാരാഷ്ട്രയിൽ ശിവസേനയുമായിട്ടുള്ള സഖ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാലമായിട്ട് BJPക്ക് ഉണ്ടായിരുന്നു. ശിവസേനയുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ തനിച്ച് മത്സരിക്കാൻ തയ്യാറായി. ആ ഒരു റിസ്ക് വേണമെങ്കിൽ പഞ്ചാബിൽ BJPക്ക് എടുക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, തനിച്ച് അവിടെ BJP തുണ മത്സരിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഈ പറയുന്ന ഒന്നുമില്ലെങ്കിൽ ആം ആദ്മിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു ഒരുപക്ഷെ. കാരണം സംഘടന നാളെ വളർത്തിക്കൊണ്ടുവരാനും പറ്റുമായിരുന്നു. പക്ഷേ BJP എടുത്ത നിലപാടാണ് അതിൽ പ്രധാനം. ജനസംഘത്തിൻ്റെ കാലഘട്ടം മുതൽ ഒന്നിച്ച് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അകാലിദൾ. ഞാൻ ഒന്ന് തീർത്തോട്ടെ എന്നിട്ട് പറഞ്ഞോളൂ. അകാലിദൾ, ആ അകാലികൾ അടിയന്തരാവസ്ഥ കാലത്ത്, ലാല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടിയന്തരാവസ്ഥ കാലത്ത് ഒരുമാതിരിക്കാരൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ട്. അകാലികൾ ജനസംഘത്തിൻ്റെ കൂടെ നിന്നു, ജയിലിലുണ്ടായിരുന്നു 100 കണക്കിന് പ്രവർത്തകർ. അതിന്റെ പ്രത്യുപകാരം ഞാൻ പറഞ്ഞത് ആ ഒരു എന്ത് അഴിമതി കാണിച്ചാലും കൂടെ നിൽക്കും അങ്ങനെയല്ല. ഞാൻ അതിന് പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല. അപ്പോൾ അവർ ഒരു വലിയ സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ സമുദായത്തെയും കൂടി മാറ്റി നിർത്താൻ BJPക്ക് അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങൾക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സിഖ് കമ്മ്യൂണിറ്റിയെ ഒന്നിച്ച്, സിഖിൻ്റെ ഒരു ഇപ്പോൾ മുസ്ലിം ലീഗ് കേരളത്തിൽ മുസ്ലിംസിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ സിഖ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമാണത്. അപ്പോൾ അവരുടെ ഇടയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ BJPക്ക് തിരുത്താൻ പറ്റുന്നതൊക്കെ BJP ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ എന്നാൽ പോലും ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ പറഞ്ഞത് KVS ഇപ്പോൾ പോകുമല്ലോ. അപ്പം ഞാൻ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു പൂർവാപര വിരുദ്ധതയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചില ഈ അകാലിദളിൻ്റെ ഗുണങ്ങൾ അതുകൊണ്ട് ചേർന്ന് നിൽക്കേണ്ട അനിവാര്യത ശരിയാണ്. അതേ ഗുണങ്ങളും അനിവാര്യതയും ശിവസേനയ്ക്കുമുണ്ട്. ശിവസേനയും ആദ്യം ജനസംഘം മുതൽ ബന്ധപ്പെട്ടിരുന്നതാണ്. ജനസംഘം മുതലല്ല, അല്ലല്ല, ശിവസേന ബന്ധപ്പെടാൻ പറ്റൂ. 80-ന് ശേഷം, അതെ, രൂപപ്പെട്ടതിന് ശേഷം അവർ ശക്തി പ്രാപിക്കുമ്പോൾ ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ കഷ്ടകാലത്തിൽ ഒന്നിച്ചു നിന്നിട്ടുണ്ട്. പ്രശ്നം അതല്ല, ശിവസേനയെ കൂടാതെ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇവിടെ എന്നെ സംബന്ധിച്ച് കുറെ കൂടി ഡ്യൂബിയസ് ആണ് ഈ BJPയുടെ നിലപാട്. എന്തുകൊണ്ടെന്നാൽ BJP ഒറ്റയ്ക്ക് മത്സരിച്ചു എന്ന് കരുതുക, ഈ 4 സീറ്റ് അല്ലല്ല, 4 സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അതാണ് ഒരു പക്ഷേ സെയ്ദലവിയെ പോലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. BJPയെ സംബന്ധിച്ച് കേജ്രിവാൾ രംഗത്ത് നിന്ന് പോകണം. കാര്യം കേജ്രിവാൾ തന്നെയാണ് BJPയുടെ റിയൽ ത്രെട്ട്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയം വേറെ പറയാം. അങ്ങനെ വരുമ്പം BJPക്ക് കേജ്രിവാളെ ഒഴിവാക്കണമെങ്കിൽ കോൺഗ്രസിന് BJP വോട്ട് ചെയ്തിരിക്കുന്നു.
അത് തന്നെയാണ് വോട്ടിന്റെ പാറ്റേൺ വരട്ടെ. ഞാൻ സംശയിക്കുന്നു, കൃത്യമായിട്ട് അറിയാൻ പറ്റും. ബി.ജെ.പി കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ട് കേജ്രിവാളിനെ ഞാൻ KVS ഇതും കൂടെ പറഞ്ഞിട്ടങ്ങ് വിടാം. KVS അതിനകത്തൊരു ആ കാര്യം അങ്ങ് ചിരിക്കുമ്പോ തന്നെ ഉത്തരം അവിടെ ഉണ്ട്. ആ കാര്യം BJP അവിടെ ചെയ്തു എന്നുള്ളത് ഈ ഇത്ര 77 സീറ്റൊന്നും കോൺഗ്രസിന് അവിടെ കിട്ടാനുള്ള യാതൊരു സാധ്യത 50-55ഒക്കെയാണ് പരമാവധി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം മുതലൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും 10 വോട്ട് BJPക്ക് കൂടിയാൽ അതിൻ്റെ അവകാശവാദികൾ വേറെയാണ്. 15 വോട്ട് കുറഞ്ഞാൽ അത് അപ്പം വിറ്റു എന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഞാൻ ചോദിക്കണല്ല, എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ വാശിക്ക് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ഒരു അകാലിക സ്ഥാനാർത്ഥി. അതിനൊരു ഉദാഹരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ നമ്മുടെ പഞ്ചാബിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഗില്ല് KPS ഗില്ല് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഈ പഞ്ചാബിൽ അകാലിദൾ ആം ആദ്മി പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുന്ന അനവധി സ്ഥാനാർത്ഥികൾ, അനവധി നേതാക്കന്മാരെ കുറിച്ച് ചില ദുസ്സൂചനകൾ കൊടുത്തിരുന്നു. അത് പഴയ കാലത്ത് ടെററിസ്റ്റ് ലിങ്ക്സ് ഉള്ള അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദികളുമായിട്ട് ബന്ധമുള്ളവരാണ് ഇന്ന് ഇവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ആ തീവ്രവാദികൾ ജയിക്കരുത് എന്നുള്ളത് കൊണ്ട് നല്ല കാര്യം ചെയ്തു കാണും. അല്ല, ഞാൻ പറഞ്ഞതല്ല, എനിക്കറിയില്ല. ഇപ്പൊ ലാല് പറയുന്നിട്ടാണ് ഈ ഇങ്ങനെ വോട്ട് മറച്ചു എന്നുള്ള വിവരം ഞാൻ അറിയില്ല. ഞാനറിയത് ഇങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മീഡിയ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് പഞ്ചാബ് റീജിയൻ ആണ് മാജ, മാൽവ, ദോആബ. അവിടെ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ്. കാരണം ഈ ഖാലിസ്ഥാനി എലിമെന്റ്സിനോടക്കം ആപ്പ് ചെയ്യുമ്പോൾ ഇന്ന് രാവിലെ ശേഖർ ഗുപ്തയും പ്രണയ് റോയും അടക്കം പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ കേജ്രിവാളിനെ കുറിച്ച് പോലും പാകിസ്ഥാൻ ചാരൻ എന്ന രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഖാലിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു ത്രെട്ടുകൾ ഇവരിങ്ങനെ ആം ആദ്മിക്കുള്ള ചോദ്യം വരുന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പേ എനിക്ക് ഹരിദാസ് പോകുന്നതിന് മുമ്പായി ശ്രീ ഡോക്ടർ സൂര്യനാടനോട് പറയട്ടെ. KVS ഹരിദാസ് പറഞ്ഞത് എന്താണെന്ന് പറയുക, ഒരു ശൈലിയുണ്ട് ഇവിടെ കേരളത്തിലൊക്കെ. വോട്ട് മറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിയ പാർട്ടികളാണ് ഈ ആരോപണം നേരിടേണ്ടത്. നിങ്ങൾ ജയിച്ചത് BJPയുടെ വോട്ട് കൊണ്ടാണെന്ന് കേരളത്തിലൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ട്. അതാണ് KVS പറഞ്ഞത്. അപ്പൊ ആ നിലയ്ക്ക് നിങ്ങൾ 77 സീറ്റ് നേടിയത് BJPയുടേതാകുമ്പോൾ നിങ്ങൾക്ക് വലിയ മോശമാണത്. ഞാൻ ഡോക്ടർ ലാലെ ഞാൻ എല്ലാം പറയും. ഇപ്പം നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. രാജേഷ് ഇപ്പോൾ താമസിച്ചു എന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാമത്തെ കക്ഷിയായി. ഇപ്പം മണിപ്പൂരിൽ ഞാനവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 30-ൽ 28 സീറ്റ് കോൺഗ്രസ് കിട്ടി. 28 സീറ്റ്. 20 സീറ്റുകാരൻ പറയുന്നു, അമിത്ഷാ പറയുന്നു ഞങ്ങളവിടെ സർക്കാർ ഉണ്ടാക്കുന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടാകുന്ന മാരകമായ ഒരു അപകടത്തെ ഇപ്പോൾ നടത്തിയ പത്രസമ്മേളനമാണ് പറഞ്ഞത്. അതിനെ തിരുത്താൻ പഞ്ചാബികൾ തയ്യാറായിരിക്കുന്നു. തുടക്കം ഇത് 2019 വരാൻ പോകുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെയും ഒരു ചൂണ്ടുപലയാണ് പഞ്ചാബിൽ നടത്തുന്നത്. ആരുടെ വോട്ട് മറിച്ചൊന്നുമില്ല. അതായത് അങ്ങനെ വരണമെങ്കിൽ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നന്നായി പ്രതികരിക്കാൻ കോൺഗ്രസിന് കഴിയണം. ഇവിടെ ഈ 3 വർഷത്തെ ഭരണം എടുത്ത് നോക്കിക്കോ, ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഘട്ടത്തിൽ വേണ്ട രൂപത്തിൽ ഇടപെടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിനേക്കാൾ നല്ല പെർഫോമൻസ് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതേ സാഹചര്യത്തിൽ സുജാത പറഞ്ഞതിനകത്തൊരു ചെറിയ കാര്യമുണ്ട്. നോട്ട് ഇഷ്യൂവിൻ്റെ കാര്യത്തിലും BJP സർക്കാരിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനത്തിലും വേണ്ടത്ര രീതിയിലെത്താൻ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന് പ്രത്യേകിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ പഞ്ചാബില് അല്ലല്ല ഞാൻ പറഞ്ഞു സുജാതയുടെ പാർട്ടി സുജാതയുടെ പാർട്ടി CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കൂടി ഇന്ത്യയുടെ ചൂണ്ടുപലക മനസ്സിലാക്കാൻ തയ്യാറാകണം. കോൺഗ്രസിന് കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നതിന് പകരം മതേതരത്വ വോട്ടുകൾ ഭിന്നിപ്പിച്ച് കളഞ്ഞ് ആ ശക്തിയെ ദൗർബല്യപ്പെടുത്താനാണ് ബീഹാറിലും UP-യിലും ഒക്കെ ഇവിടെയൊക്കെ ഈ ദേശീയ പാർട്ടിക്ക് CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക് ഒരു സംഭാവനയില്ല. ഗാലറിയിൽ നിന്ന് കളി കാണുക എന്തൊരു കഷ്ടമാണ്. CPM-നെ പോലെ സുജാത, നിങ്ങളുടെ പാർട്ടിക്ക് വലിയ വേരുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പോലെയുള്ള നേതാക്കളെ അവിടെ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നത്. അപ്പൊ അങ്ങനെയുള്ള അവിടെ CPM-നുണ്ടായ ഒരു പിന്നോട്ട് പോക്കും ആം ആദ്മി പാർട്ടി പോലെയുള്ള പാർട്ടികൾ എടുക്കുന്ന നേട്ടവും നിങ്ങളും പഠിക്കേണ്ടതല്ലേ?
തീർച്ചയായിട്ടും ഈ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്പേസ് അത് കാണേണ്ടത് തന്നെയാണ്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ 20 സീറ്റ് ജയിച്ചത് അതിനെ കുറച്ചും കാണുന്നില്ല. പക്ഷേ ഇടതുപക്ഷം നന്നായി മുന്നോട്ട് വരണമെന്നുള്ള നിർദ്ദേശവും വളരെ കറക്റ്റാണ്. ഇടതുപക്ഷം മുന്നോട്ട് വന്നേ മതിയാവും. ഇടതുപക്ഷം ക്ഷയിച്ചാൽ ആ സ്ഥാനം കൊണ്ടുപോകുന്ന BJP ആണ്. BJPയുടെ നേതൃത്വമുള്ള ഗവൺമെന്റ് വന്നാൽ ആ ഗവൺമെന്റ് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഇന്ത്യൻ രാഷ്ട്രീയത്തെ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഈ വോട്ട് കച്ചവടത്തിന്റെ കാര്യത്തിൽ വി രാജേഷ് ഒന്നും പറഞ്ഞില്ല ഇതുവരെ. അതാണ് അദ്ദേഹത്തിന്റെ മുഖം എന്തോ പറയാൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നുന്നു. അല്ല, വോട്ട് കച്ചവടത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2011 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ മാധ്യമങ്ങളോട് പഞ്ചാബിലെ മുഖ്യമന്ത്രിയുടെ കാര്യമാണെന്ന് പറയാൻ വരുന്നത് ഞാൻ വിചാരിച്ചു. അല്ല, വോട്ട് കച്ചവടം എന്ന് പറയുമ്പോൾ എനിക്ക് കേരളത്തിലെ കാര്യമല്ലേ പറയാൻ സാധിക്കുള്ളൂ. പഞ്ചാബിലെ അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് BJPയുടെ പരമാവധി വോട്ടുകൾ ശേഖരിച്ചു എന്നാണ്. പഞ്ചാബിലെ കാര്യം ഇപ്പോൾ ഇതൊക്കെ BJP UP വിജയിച്ചു. അതിൻ്റെ മേന്മ ഏതെങ്കിലും തരത്തിലൊന്ന് കുറച്ച് കാണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഗവേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പഞ്ചാബ് യുപിയിലെ കാര്യത്തിൽ എല്ലാ നേട്ടവും നമ്മൾ BJPക്ക് തന്നെ കൊടുത്തുകൊണ്ടാണ് അല്ലല്ല ചർച്ച ചെയ്യുമ്പോഴേക്കും പഞ്ചാബിൽ ഇങ്ങനെയും കൂടെ ചെയ്താൽ മാത്രമേ ബാലൻസ് ചെയ്യപ്പെടുള്ളൂ. നാളെ വോട്ടിംഗ് പാറ്റേൺ വരട്ടെ. വോട്ടിംഗ് പാറ്റേൺ വരുമല്ലോ. വോട്ടിംഗ് പാറ്റേൺ വന്ന് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി ബേസിൽ നമുക്ക് വിലയിരുത്താം. എന്നിട്ട് KVS പറഞ്ഞതുപോലെ ഓരോ കോൺസ്റ്റിറ്റ്യൂൻസിൽ നിന്ന സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥിക്കെതിരായ പ്രാദേശിക കാര്യങ്ങൾ അതൊക്കെ തന്നെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ നമുക്ക് അവിടേക്ക് വരാം. ശരി, പഞ്ചാബിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി വിശകലനം ആവശ്യമുണ്ട്. അതൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഉണ്ടാകുക. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു റിസൾട്ട് കൂടി ഇപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധയിലേക്ക് വരേണ്ടതുണ്ട്. മണിപ്പൂരിലെ ഏറ്റവും അവസാനത്തെ ഒരു നില വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 28 സീറ്റ് നേടി കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. BJP 21 സീറ്റിൽ നിൽക്കുകയാണ്. മറ്റുള്ളവർ 11. മറ്റുള്ളവരിൽ CPIയുടെ 2 സീറ്റ് ഉൾപ്പെടെ ആണ് ആ മറ്റുള്ളവർ എന്ന് പറയുന്നത്. മണിപ്പൂരിൽ ഏതാണ്ട് കോൺഗ്രസ് ഭരണം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പഞ്ചാബിന്റെയും മണിപ്പൂരിന്റെയും കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഇപ്പോൾ ചർച്ചയിലേക്ക് പുതുതായി ശ്രീ CP നാരായണൻ MP കൂടി ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രൊഫസർ സെയ്ദലവി, ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഈ 20 സീറ്റ് അല്ല പ്രതീക്ഷിച്ചത്. ഇപ്പോൾ 22 സീറ്റാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉള്ളത്. 77 സീറ്റ് നേടി ഭരണകക്ഷിയായ കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ ഇപ്പുറത്ത് 22-ൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണോ നിങ്ങൾ അവിടെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും സാർ, നമ്മൾ പ്രതീക്ഷിച്ചത് ഇതിലും കൂടുതൽ തന്നെയായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ ഒരു കാര്യം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ, അതായത് അവിടെ ആദ്യമേ ഇപ്പോൾ ഭരണകക്ഷി ആരായിരുന്നു, ഇപ്പോൾ എത്രാം സ്ഥാനത്ത് അവർ നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. 3-ാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. ഈ ഇലക്ഷൻ മുമ്പ് തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് അവർ പോയിട്ടുണ്ട്, പിന്നോട്ട് പോകുമെന്നുള്ള. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ആം ആദ്മി പാർട്ടിയെക്കാളും നല്ല ചോയ്സ് അവരെ സംബന്ധിച്ചിടത്തോളം തലവെച്ച് കൊടുത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് കിട്ടിയാൽ അവർ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോ ഈ ശിരോമണി അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ഒരു ഭരണം ഇപ്പോൾ BJP ഇവരൊക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, വളരെ മോശം ഭരണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവര് തിരിച്ച് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി ഇതിനെതിരെ എടുക്കുന്ന നിലപാടിനേക്കാളും സോഫ്റ്റ് ആയിരിക്കും ഒരു പക്ഷേ കോൺഗ്രസിന്റെ നിലപാടുകൾ എന്നുള്ളതായിരിക്കാം ഇതുകൊണ്ടുള്ള കാരണം. ഏതായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ വളരെ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഡൽഹിക്ക് പുറത്തേക്ക് ആം ആദ്മി പാർട്ടിയെ വളർത്താൻ ഇതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. 22 സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അവിടുത്തെ പ്രതിപക്ഷമായിട്ട് നമ്മൾ ജയം എപ്പോഴും നമ്മൾ കമ്പാരിറ്റീവ് ആണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു എന്ന് നോക്കണം. ഇപ്പോൾ 23% വോട്ട് ഷെയറും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 1% മറ്റോ കുറവ്, ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. നിങ്ങളുടെ വലിയ ഭഗവന്ത് സിംഗ് മാൻ അല്ലെ, നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹം പോലും പരാജയപ്പെട്ടു. പാർലമെന്റിലൊക്കെ പോയി അതിന്റെ വീഡിയോസ് വന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ എന്താ പഞ്ചാബിന്റെ പ്രശ്നം, ഡ്രഗ് ഇഷ്യൂ ആണ്. അപ്പൊ ഈ ഡ്രഗ് ഇഷ്യൂവിനെതിരെ ഒരു ക്യാമ്പയിൻ വരുന്നു എന്നൊക്കെയുള്ള ഉഡ്താ പഞ്ചാബ് പോലത്തെ മൂവീസ് ആപ്പിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറക്കിയതാണ്. പക്ഷേ എന്നിട്ട് ഈ ഭഗവത് ദാസ് മാൻ തന്നെ ഈ മദ്യപിച്ചുകൊണ്ട് പാർലമെന്റിൽ പോവുകയാണെങ്കിൽ പഞ്ചാബ് ആം ആദ്മി പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സിനിമയാണ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ മാത്രം കാഴ്ചപ്പാടാണ്. ഞാൻ പറയുന്നത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ എഴുതിത്തള്ളാനുള്ള സമയമായിട്ടില്ല ഇനിയും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ത്രെട്ട് ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് അല്ല, അത് ആം ആദ്മി പാർട്ടിയാണ്. ഇതിന് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കാണാതെ പോകുന്ന കാര്യമുണ്ട്. ഇന്ത്യയിൽ സത്യത്തിൽ ജനറ്റിക്കലി
ഈ നരേന്ദ്രമോദിനെക്കാട്ടും വലിയ ഏകാധിപതി മനസ്സിലുള്ള ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ടാണ് സിദ്ധു ഇങ്ങോട്ട് വന്നിട്ട് സിദ്ധുവിനോട്, കാരണം സിദ്ധു ഇങ്ങോട്ട് വന്ന് ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആക്കേണ്ടി വരും. അല്ലപ്പോ സിദ്ധു ഇവരെ ഒന്ന് പറഞ്ഞോട്ടെ, അത് നിങ്ങൾ പറയുന്നത് സിദ്ധു ഇദ്ദേഹത്തിന് തന്നെ അവിടെ മത്സരിച്ചിട്ട് വേണമെങ്കിൽ അവിടെ മുഖ്യമന്ത്രി ആണോ ആഗ്രഹമുണ്ട്. മാത്രമല്ല സിദ്ധു വന്നു കഴിഞ്ഞാൽ സിദ്ധു അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ വന്ന ആള് സിദ്ധു അല്ല, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ജയിപ്പിച്ചിട്ടുള്ള ക്രിക്കറ്റ് ക്യാപ്റ്റൻ, വലിയൊരു സെലിബ്രിറ്റി ആ രീതിയിൽ വന്ന ആളാണ്. അപ്പൊ സിദ്ധുവിന് കിട്ടുന്ന അപ്പീൽ ഇയാൾക്ക് ഉണ്ടാക്കിയ ഒരു പേടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവര് ഡൽഹിയിൽ ഇലക്ഷൻ എങ്ങനെ വെച്ചാൽ രാജേഷ് കൂടുതൽ പറയും, ഡൽഹി പല മേഖലകളിൽ ഇവരെ എതിർത്തുകൊണ്ട് ക്രിമിനലുകളെ വരെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്, ജാതി രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ. അപ്പൊ അയാളെ സ്ഥാനാർത്ഥിയാക്കാമെങ്കിൽ എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് സിന്ധുവിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല? ഇവിടെയാണ് അയാളുടെ ഏകാധിപത്യവും താൻ ഇതെല്ലാം ശ്രീ സി പി നാരായണൻ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സി പി നാരായണൻ, നിങ്ങളുടെ പാർട്ടി പഞ്ചാബിൽ ഉണ്ടാക്കേണ്ട ഒരു നേട്ടമാണ് ആം ആദ്മി പാർട്ടി കൊണ്ടുപോയി ഇങ്ങനെ കളഞ്ഞിരിക്കുന്നത്. അല്ല, ഞങ്ങളുടെ പാർട്ടി ഇത് പല പാർട്ടികളുണ്ടല്ലോ. ഇപ്പോൾ ഒരു കാലത്ത് ജനസംഘമായിരുന്ന പാർട്ടി 1-2 സീറ്റിൽ ഒതുങ്ങിയിരുന്ന പാർട്ടിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. പാർട്ടികൾ അവരുടേതായ അതിലെ വ്യക്തികൾ അവർക്ക് ചെലുത്താവുന്ന സ്വാധീനം ഇതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഞങ്ങളും അവിടെ ഒരു പിന്നോക്കം പോക്കിൻ്റെ കാലമാണ് പഞ്ചാബിൽ. പക്ഷേ അത് മുന്നോക്കം വരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ ഇടതുപക്ഷം എല്ലാം കൂടി ചേർന്നാണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ അതൊരു ശ്രമമാണതിൽ. പക്ഷേ ഇപ്പോൾ അവിടെ കുറച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഞങ്ങൾ 3-4 തെരഞ്ഞെടുപ്പിലായിട്ട് അവിടെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്, മാർജിനലൈസ്ഡ് ആയ സ്ഥിതിയാണ്. അതിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ അവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് UP-യിലായാലും മണിപ്പൂരിലായാലും പഞ്ചാബിലായാലും ഞങ്ങൾ ശ്രമിക്കുന്നത് അവിടുത്തെ ഇടതുപക്ഷങ്ങളെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവരാം, ഒരു ബ്രോഡ് ലെഫ്റ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതിൽ എത്ര വോട്ട് കിട്ടിയെന്നുള്ളതല്ല, ഇവരെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നത്. ആ ഒന്നിച്ചു കൊണ്ടുവരൽ തന്നെ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ അതൊന്നും ഈ രാജേഷിന്റെ പാർട്ടിക്ക് ഒരു പേടിയുള്ള കാര്യമല്ല. അവർക്ക് ആകെ പേടിയുള്ളത് അരവിന്ദ് കെജ്രിവാളിനെ. അല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല, ഫക്രുദ്ദീൻ അലി പറഞ്ഞു. എല്ലാരും പറയുന്നു. ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ പേടിയില്ല. പിന്നെ എന്താ നിങ്ങൾ മറുപടി കൊടുക്കുക? ഞങ്ങൾക്ക് ഭയമുള്ളത് ജനങ്ങളെയാണ്. ഞങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിനെ ഞങ്ങൾക്ക് അല്ല, തീർച്ചയായും ഞങ്ങൾക്ക് ജനങ്ങളെയാണ്, ജനങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ വിധി തേടുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി മുന്നിലേറി കെജ്രിവാൾ അവിടെ വലിയൊരു സാന്നിധ്യം ഉറപ്പിക്കുമെന്ന് കരുതി നിങ്ങൾ ഈ ഡോക്ടർ ശൂരനാടിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തത് എന്നാണ്? ഏതൊക്കെ മണ്ഡലത്തിൽ എത്ര വോട്ട് അങ്ങനെ? എത്ര മണ്ഡലത്തിലാണ് ശ്രീ ഡോക്ടർ ശൂരനാട്? എത്ര മണ്ഡലത്തിലുണ്ടാവും? എത്ര മണ്ഡലത്തിലെ പ്രതീക്ഷിക്കുന്നു? ഈ 77 സീറ്റ് കിട്ടുമെന്ന് നിങ്ങളുടെ ഒരു നേതാവ് അവിടെ പറഞ്ഞിട്ടില്ല. BJP-ക്ക് 320 സീറ്റ് അവിടെ കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? അവര് പോലും പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി എത്തിക്കുന്ന BJP മുക്ത കോൺഗ്രസ്. ശരി, ഒരു മിനിറ്റ്. അതായത് എന്റെ സംശയം ഇപ്പൊ ഇതാണ്, നിങ്ങളുടെ പാർട്ടി അത്ഭുതപ്പെടുന്ന പോലെ അവരും ഉത്തർപ്രദേശിൽ അത്ഭുതപ്പെടുന്നുണ്ട്. അവിടെ നിങ്ങളുടെ വോട്ടും കുറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ കുറച്ചെടുത്ത് അവിടെ കൊടുത്തു, പകരം ഇവിടെ ഇങ്ങോട്ടും തന്നു. 2 തർക്കമേ ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി BJP നിൽക്കുന്നു, BJP മുക്ത ഒരു മതേതരത്വ രാജ്യത്തിന് വേണ്ടി കോൺഗ്രസ് നിൽക്കുന്നു. പഞ്ചാബിലെ ജനങ്ങൾ അതിനുവേണ്ടി വോട്ട് ചെയ്തു. അതാണ് ഉണ്ടായത്. മറ്റേ ചെറിയ കാര്യങ്ങളൊക്കെ പോക്കാം. ഒരു ചോദ്യം ചോദിച്ചു. സാർ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിക്ക് BJP വോട്ട് ചെയ്യുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല, അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടില്ലേ സാർ? ഇവിടെ സംഭവിച്ചിട്ടില്ലേ? ഇവിടെ സംഭവിച്ചിട്ടില്ലേ? കൊല്ലം ജില്ലയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ കോൺഗ്രസും കൊല്ലത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, എവിടെയും ചേരാത്ത 2 പാർട്ടികൾ BJP-യും RSS-ന്റെ മുഖം. ഇന്നലെ വരെ നവജോത് സിംഗ് സിദ്ധു BJP-കാരനായിരുന്നു. അതുപോലെ റീത്ത ബഹുഗുണ ജോഷി കോൺഗ്രസ്സുകാരനായിരുന്നു. മുഖ്യമന്ത്രി കല്യാൺ സിംഗ് അല്ലല്ല, കോൺഗ്രസിന്റെ പഴയ അല്ലല്ല, BJP ഇപ്പൊ MP BJP അല്ലല്ല, റീത്ത ബഹുഗുണയുടെ കാര്യമല്ല, KPC പ്രസിഡന്റ് ആയിരുന്നു. BC പ്രസിഡന്റ് അല്ലല്ല, പഴയ പേര് വലിയ കാര്യമില്ല. ഒരിക്കലും ചേരാത്ത പാർട്ടികളാണ് കോൺഗ്രസും BJP-യും എങ്കിൽ ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJP-ക്കാർ, അതല്ലെങ്കിൽ ഇന്നത്തെ BJP-ക്കാർ നാളത്തെ കോൺഗ്രസ്സുകാർ എന്നുള്ളൊരു അവസ്ഥപ്പോഴില്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ 2019 വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
BJPക്കെതിരായി അണിനിരക്കുന്ന ജനാധിപത്യ ചേരിയുടെ ഒരു ചിത്രമാണ് നമ്മൾ പഞ്ചാബിൽ കാണുന്നത്. അത് തന്നെയാണ് ഗോവയിൽ കാണുന്നത്, അത് തന്നെയാണ് മണിപ്പൂരിൽ കാണുന്നത്. UPയിൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, UPയിൽ ഏറ്റവും അവസാന നിമിഷത്തിൽ കോൺഗ്രസും അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും തമ്മിൽ ചേർന്നപ്പോൾ മോരും മുതിരയും പോലെ ആയിപ്പോയി. ചേരാൻ അടിത്തട്ടിൽ കഴിഞ്ഞില്ല. ഇപ്പോൾ CPM-ഉം കോൺഗ്രസും കൂടെ കേരളത്തിൽ ഒരു സഖ്യം ലാസ്റ്റ് ദിവസം ഉണ്ടായാൽ എന്തുണ്ടാവും? അത് തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഈ 2 വർഷമുണ്ട് പാർലമെൻറ്റ് ഇലക്ഷന്. UP തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു സംശയവും വേണ്ട. UPയിലെ BJPയുടെ ഈ വർഗീയ ഏകീകരണവും ഈ ഏകീകരണവും ഒക്കെ ഒരു വർഷക്കാലം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. ഒരു സംശയവും വേണ്ട. അതായത് ഇത് ഇപ്പോൾ നേരത്തെ സേതുലേ പറഞ്ഞില്ല, BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസും LDF-ൽ നിന്നും UDF-ൽ നിന്നും CPM-ൽ നിന്നും കോൺഗ്രസിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 5%, 6% വോട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് 15% വോട്ടായി മാറണമെങ്കിൽ അത് മുഴുവനും BJP പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങൾ മാത്രം വോട്ട് ചെയ്തതല്ല. 5 വർഷം കൂടി മാറ്റം ഉണ്ടാക്കി. ഈ 2 ഭാഗം ഞങ്ങൾക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു 30ഓളം സീറ്റ് മറ്റ് പാർട്ടികളിൽ നിന്നും വന്ന ഞങ്ങളുടെ മേഖലയുമായി യോജിക്കാൻ സാധിക്കുന്നവർക്കാണ് UPയിൽ കൊടുത്തത്. അതുകൊണ്ടാണ് ഈ 70-72 സീറ്റ് ഞങ്ങൾക്ക് അവിടെ സാധിച്ചത്, ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ജയതാംബിയ പല ഉദാഹരണം ഞാൻ പറഞ്ഞു. പഞ്ചാബിലെ കാര്യമാണ് നമ്മുടെ ചോദ്യം. അല്ല, പഞ്ചാബിലെ കാര്യത്തിലേക്ക് ഞാൻ അതിലപ്പുറം എന്ത് ക്ലാരിഫിക്കേഷൻ അല്ലേ തരാൻ പറ്റുന്നത്? BJP വോട്ട് കോൺഗ്രസിന് പോയതല്ല. പഞ്ചാബിൽ 40%-ഓളം ഹിന്ദു വോട്ട്സ് ഉണ്ട്. സിഖ് സംസ്ഥാനമാണെങ്കിൽ 40-41 എൻ്റെ ഓർമ്മ. ഈ 41% ഒരു എക്സ്ട്രീമിസ്റ്റ് ഖാലിസ്ഥാനി എലിമെന്റിന് അപ്പർ ഹാൻഡ് കിട്ടരുതെന്ന് കരുതി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് BJPയും കോൺഗ്രസും ഉള്ളതല്ല, അതൊരു കമ്മ്യൂണിറ്റി വോട്ടാണ്. ഈ കാര്യം പറയുമ്പോഴേക്കും ഉത്തർപ്രദേശിലെ കാര്യം വരുമ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഈ തിയറി ഓരോ സംസ്ഥാനത്തിലും പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ വർഗീയമായി വോട്ടുണ്ടായത്, ഉത്തർപ്രദേശിൽ അല്ല എന്നാണ് രാഹുൽ ഈശ്വർ അല്ലല്ല, ഇതിൽ വർഗീയതയല്ല. BJP 2014 ചെയ്തതെന്ന് വളരെ വ്യത്യസ്തമായിട്ടൊന്നും ഇപ്പോൾ UP ചെയ്തിട്ടില്ല. അന്ന് എന്തൊക്കെയാണോ അവർ ചെയ്തത്, അന്ന് 2 വർഷക്കാലം 2012 മുതൽ മറ്റേ അമിത്ഷാ അവിടെ പോയി കുറേ കാര്യങ്ങൾ ചെയ്തു. പല ജാതിക്കാരെയും പിടിച്ചു. അങ്ങനെയാണ് അവർക്ക് ഏതാണ്ട് 43% വോട്ട് കിട്ടിയത്. ഇപ്പോഴും വലിയ വ്യത്യാസമില്ലെന്നാണ് എൻ്റെ. മാത്രമല്ല, അന്ന് അവർക്ക് ഏതെല്ലാം അസംബ്ലി സെഗ്മെന്റുകളിൽ ഭൂരിപക്ഷം കിട്ടിയോ അത്രയും കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. നേരത്തെ അതെ, ശരി ശരി. നമുക്ക് എന്തായാലും പഞ്ചാബിലെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനുണ്ട്. അവിടെ ആം ആദ്മി പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ശിരോമണി അകാലിദൾ BJP സഖ്യത്തിന് എന്താണ് സംഭവിച്ചത്? കോൺഗ്രസ് ഇപ്പോഴും ചിരിച്ചുകൊണ്ട് 77 സീറ്റും നേടുമ്പോൾ അവർക്കിത് എവിടെ നിന്ന് വന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൂടെ വരുത്തിയിട്ടേ നമുക്ക് ഗോവയിലേക്കും മണിപ്പൂരിലേക്കും ഒരു യാത്ര പോകാൻ സാധിക്കൂ. പഞ്ചാബിൽ എന്താകും ഇനി കോൺഗ്രസിന്റെ തന്ത്രം? പഞ്ചാബിൽ ആരാകും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി? ഇതാണ് ഈ ഘട്ടത്തിൽ ആദ്യം അന്വേഷിക്കേണ്ടത്. ഡോക്ടർ ശൂരനാട്, പഞ്ചാബിൽ മുഖ്യമന്ത്രിയാകാൻ കാത്തു നിൽക്കുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് ഇന്ന് 75 വയസ്സ് തികയുകയാണ്. അദ്ദേഹം അതിൻ്റെ ആഹ്ലാദത്തിൽ കൂടിയാണ്. കൊച്ചു മകളുടെ വിവാഹം കഴിഞ്ഞ മാസമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഉത്തരവാദിത്വത്തിൽ ആണ് ഇപ്പോൾ തന്നെ. നവജോത് സിംഗ് സിദ്ധുവിനും മുഖ്യമന്ത്രി ആകാം എന്ന് അവിടെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു തർക്കം അവിടെ ഉണ്ടാകുന്നില്ല. അവിടെ പാർലമെന്ററി പാർട്ടിയുടെ യോഗം കൂടി ഹൈക്കമാൻഡിൻ്റെ കൺസോളോടുകൂടി മുഖ്യമന്ത്രി വരും, ഒരു സംശയമില്ല. പിന്നെ ആരാകുമെന്ന് എനിക്കറിയാൻ പറയാൻ പറ്റത്തില്ല, ഞാനോട്ട് യാതൊരു ബന്ധമുള്ള സ്ഥലമല്ല. പക്ഷെ ഇത് തന്നെയായിരിക്കും ഉണ്ടാവുന്നത് കോൺഗ്രസിനകത്ത്. അങ്ങനെ ഉഴവൂർ വിജയൻ അത് അവിടെ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് എവിടെ ജയിച്ചാലും അവിടെ പ്രശ്നമാണ്. ഇവിടെ ഇപ്പം തൽക്കാലം വലിയ കുഴപ്പമില്ലാതെ ഒരാളെ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോൾ അവരുടെ കാര്യത്തിൽ കയറി കൈയെടുത്ത് ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. ഏതായാലും ഇപ്പം ആകെ ഉള്ളത് പഞ്ചാബാണ് നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അത് എന്തോ അല്ല, അവിടെ ഇപ്പൊ സുധീരനും രമേശ് ഉമ്മൻചാണ്ടി ഇല്ലല്ലോ. ഇല്ല ഇല്ല. അവിടെ ആർക്കായിരുന്നു ചാർജ്? ശ്രീ ഡോക്ടർ ശൂരനാട് അറിയോ? അവിടെ ഗുലാം നബി ആസാദ്. ഗുലാം നബി ആസാദ് കുഴപ്പമില്ല, അദ്ദേഹം കയറി ഇടപെടും. ഇടപെട്ട് ഏതായാലും ഇപ്പോൾ കോൺഗ്രസിനെ അറിയാം. ഞങ്ങൾ സുഹൃത്തുക്കളാണേലും പണ്ടേ തന്നെ ദുർബല, പോരെങ്കിൽ ഇപ്പോൾ ഗർഭിണി എന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ. കോൺഗ്രസ് എനിക്ക് മനസ്സിലാകുന്നില്ല, 5 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടന്ന 3 ജയിച്ചാൽ എങ്ങനെ ദുർബലമാകുന്നത്? എന്നാലും നിങ്ങൾക്ക് ഇത് പറഞ്ഞ് ആശ്വസിക്കാം. മറ്റേതെന്ന് വെച്ചാൽ ഈ മണിപ്പൂരൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് സമയവും
അല്ല, എനിക്ക് ഈ മണിപ്പൂരൊക്കെ കുറച്ച് അറിയാം. ഞങ്ങളുടെ ഒരു നേതാവ് സക്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ മറിയാൻ അധികം നേരം വേണ്ട. അത് ശരിയാ, അതാണ് അതിന്റെ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്നത്. അവിടെ വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് കരുതിയിരുന്ന ഇറോം ശർമിളയുടെ കാര്യം അങ്ങ് അറിഞ്ഞല്ലോ. അതെ അതെ, അത് അതിന്റെ കാര്യം ഓർത്താ കഷ്ടം തോന്നിപ്പോ. മുഖ്യമന്ത്രിയാകാൻ വന്ന വരവാണ്, മല പോലെ വന്നിട്ട് എലി പോലെ പോയെന്ന് പറഞ്ഞതുപോലെ എത്ര നാളാ ഇത് ഇട്ടുകൊണ്ട് ഇരിക്കാന്ന് പറഞ്ഞാല്, എന്നിട്ട് ഒരു കടുങ്കൈയാണ് അതിനോട് ചെയ്തതെന്നുള്ളതാണ്. ഒരാളെങ്കിലും വേണമെങ്കിൽ ജയിപ്പിച്ചു വിടായിരുന്നു. രാഹുൽ ഈശ്വരനോട് ചോദിക്കട്ടെ. അല്ല, ഇതിൽ നമ്മൾ സത്യസന്ധമായി കാണാറുന്ന കാര്യമില്ല. മണിപ്പൂരിലെ എന്ന് പറഞ്ഞാൽ ഹില്ലും വാലിയും, അതായത് പ്രധാനമായിട്ട് ഈ ഹിൽ ഭാഗങ്ങളിൽ ഏകദേശം 41.2% ഹിന്ദു പോപ്പുലേഷനാണ് ഉള്ളത്. വാലി പറയുമ്പോൾ പ്രധാനമായിട്ട് ഒരു 42% ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്, 8% മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. ഇത്തവണ വളരെ വർഷങ്ങളായിട്ട് RSSന്റെ വളരെ ഡെഡിക്കേറ്റഡ് ആയ പ്രവർത്തനം രാമാധവ്ജി അടക്കം, രാമാധവ്ജി മിനിഞ്ഞാന്നൊക്കെ മണിപ്പൂരിൽ തന്നെ പോയിരിക്കുകയായിരുന്നു. ആ രീതിയിൽ അവർ വർഷങ്ങളോളം വർക്ക് ചെയ്ത് ശരിക്കും അവിടെ BJP ജയിക്കുന്ന ഇന്ത്യക്ക് നല്ലതാണ്. കാര്യം ഒരു പൊതു ഒരു സംശയം, അതായത് ഈ വർക്ക് എന്ന് പറയുന്ന ഈ RSSന്റെ ഒക്കെ വർക്ക് അടുത്തറിയാവുന്ന ആളായിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ വർക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കൃത്യമായി ഓരോ സമുദായത്തിന്റെയും കണക്കാണല്ലോ പറയുന്നത്. അതാണോ ഈ എല്ലാരും പറയുന്നത്? അതല്ലേ അതിന്റെ ഒരു കോമ്പിനേഷൻ. ഇന്ത്യ വർക്ക് ചെയ്തതിൽ ഒരു കാര്യം കൂടെ, കോൺഗ്രസ് ഭാഗമല്ലായിരുന്നു. അതായത് ബ്രാഹ്മൺ, ഹരിജൻ, ആദിവാസി, മുസ്ലിം, ഇതായിരുന്നല്ലോ കുറെ കാലം കോൺഗ്രസ്. ഇതൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയതാണ്. രാഹുൽ ഇപ്പം പറഞ്ഞു BJP അവിടെ ജയിക്കുന്ന ഇന്ത്യക്ക് നല്ലതാണ്. അത് എന്താ കാര്യം? ഒരു വിശാല നാഷണലിസ്റ്റ് പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ. കോൺഗ്രസ് ഇപ്പം പഞ്ചാബ് കോൺഗ്രസ് നാഷണലിസ്റ്റ് അല്ല. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പം കോൺഗ്രസ് അകാലിദളിന് എന്താ പറ്റിയത്? ഇപ്പോൾ ആം ആദ്മി സൈതലവ് പറയേണ്ടത് അതായിരുന്നു. കാനഡയിൽ നടക്കമുള്ള ഖാലിസ്ഥാനി സിഖുകൾ അമിതമായി പ്രചരണം നടത്തിയപ്പോഴാണ് കൗണ്ടർ കൺസോൾട്ടേഷൻ. ജേക്കബ് ജോർജ് അറിയാത്തത് കൊണ്ടാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ കൾച്ചർ ഉണ്ടായിരുന്നത് ആദ്യത്തെ നേതാവ് ശ്രീ ഗാന്ധി, മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു നേതാവ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി. ഇപ്പോൾ അതിന് കാരണവും പറയുന്നുണ്ട്. പക്ഷെ ഒരു കാരണം പറയാതെ ഇപ്പൊ അങ്ങനെ ഒരു നേതാവേ ഉള്ളൂ, അത് നരേന്ദ്രമോദി അല്ലേ. അത് ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നരേന്ദ്രമോദിയുടെ വളർച്ച ഒരു പാൻ ഇന്ത്യൻ സ്റ്റേച്ചറിലേക്ക് വളർന്നത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് എന്താ കാര്യം? ഈ രീതിയിൽ ഒരു വോട്ട് ക്യാച്ചർ വേറെ ആരും രാജേഷ് പോലും സമ്മതിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ നരേന്ദ്രമോദിയെ നമുക്ക് അംഗീകരിക്കാം പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക്. അദ്ദേഹം ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രസംഗം നടത്തട്ടെ. വർഗീയതയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രസംഗത്തെ മാറ്റിവെച്ചിട്ട് ഇവിടെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയൊക്കെ വരുമ്പം ഇവിടെ കേരളത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കുകയാണ്, വഴിനീളെ ആളുകൾ നിൽക്കും കാണാൻ. അതിനകത്ത് മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അത് എന്തെന്നറിയാമോ? മതത്തിനും ജാതിക്കും വിഭാഗീയതയ്ക്കും അപ്പുറത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി എന്ന ഒരു സങ്കല്പം. ഞാൻ ഇത്രയും നേരം അത് പറഞ്ഞാൽ ഇടപെട്ടില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് ഇടപെടേണ്ടി വരും. അടുത്ത് പിടിച്ചിരുത്തിയത് ശ്രീ ജേക്കബ് ജോർജ് ആണ്. ഇപ്പൊ എനിക്ക് ഇടപെടേണ്ടി വരും. അതായത് ഇത്രയും വിമർശനങ്ങളേറ്റ് ജനങ്ങളുടെ ഇടയിൽ നല്ല ഭൂരിപക്ഷത്തിൽ മുസ്ലിം സമുദായം ജീവിക്കുന്ന നിയോജകമണ്ഡലങ്ങളിൽ പോലും വൻ വിജയം നേടി നിൽക്കുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നരേന്ദ്രമോദിയെ കുറിച്ച് വേറെ എന്തോ ഒരു സംശയം ഒരു മാധ്യമ പ്രവർത്തകന്റെ നാവിലൂടെ പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അല്ലല്ല, ഒരു മാധ്യമ പ്രവർത്തകന്റെ നാവിലൂടെ അപ്പോഴും ഒരു സംശയം. നരേന്ദ്രമോദി ഞാൻ ലാലിന്റെ പറഞ്ഞു ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസംഗിച്ച മുഴുവൻ പ്രസംഗവും നമ്മുടെ കയ്യിൽ രേഖയുണ്ട്. എന്തൊക്കെയാ സംസാരിച്ചത്? ഇത്രത്തോളം മാധ്യമങ്ങളുണ്ടോ? ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ച എല്ലാ പ്രസംഗവും നമ്മുടെ കയ്യിലുണ്ടോ? ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും പ്രസംഗിച്ച എല്ലാം പ്രസംഗിച്ചതൊക്കെ പുസ്തകങ്ങളായി വരെ ഇരിപ്പുണ്ട്, അത് വായിച്ചു നോക്കി. നരേന്ദ്രമോദി പ്രസംഗിച്ചതും പുസ്തകങ്ങളായിട്ടുള്ളത് മാത്രം വായിച്ചിട്ട് ചർച്ച ചെയ്താൽ ഇതൊന്നും വരികയില്ല. ഇത് വൻമരങ്ങൾ വീഴുമ്പോൾ തറ കുലുങ്ങും എന്ന് രാജീവ് ഗാന്ധിയും പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞാൽ മതി. ലാലേ, രണ്ടുപേരും കൊണ്ട് പറയിക്കുന്നതല്ലേ? ഞാൻ 84 കലാപമൊന്നും ഇങ്ങോട്ട് ഞാൻ വലിച്ചിടാത്തതാണ്, ഞാനതൊന്നും പറയാത്തതാണ്. അതൊന്നും ഒക്കെ പറഞ്ഞ് BJP നന്നായിട്ട് വിജയിച്ചിരിക്കുന്ന ഈ ചർച്ച ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുകൊണ്ടാ. നിങ്ങൾ കാര്യം ചെയ്യും. നിങ്ങളെ ഇവിടെ വന്നിട്ട് ഞാൻ മന്ത്രി ശേഷം 1 മണിക്കൂറായി. അതിന് മുമ്പ് ചർച്ച ചെയ്തെന്ന് എനിക്കറിയില്ല. ഡിമോണിറ്റൈസേഷൻ ചർച്ച ചെയ്ത് കാണും. ഒരു പക്ഷേ നരേന്ദ്രമോദി ഭരണത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഡിമോണിറ്റൈസേഷൻ ആണെങ്കിൽ ചർച്ച ചെയ്തു. അല്ല, ഭരണത്തെ കുറിച്ചൊക്കെ ഭരണവിരുദ്ധ വികാരമൊന്നും ഇല്ലായിരുന്നു. ചർച്ച ചെയ്തു. അതാണ് നമ്മൾ ചോദിച്ചത്. ഭരണവിരുദ്ധ വികാരം ആണ് ഈ 5 സംസ്ഥാനങ്ങളിൽ ഉണ്ടായതെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ന്യൂനപക്ഷങ്ങൾ കൂടുതൽ ജീവിക്കുന്ന നിയോജകമണ്ഡലം BJP ജയിച്ചു. അതിനും ഉത്തരവുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് രാജേഷിനോട് പറയാം, നേരത്തെ ന്യൂനപക്ഷങ്ങൾ ഉള്ള സ്ഥലത്ത് BJP ജയിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു 30% വോട്ടാണ് ന്യൂനപക്ഷങ്ങളുടേതായിട്ടുള്ളത്. ബാക്കിയുള്ള 70% വോട്ടുകളിൽ BJP കണ്ണുവെച്ചത്. അതുകൊണ്ടാണ് ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി പോലും ഇല്ലാതിരുന്നിട്ടും അവിടെ നിങ്ങൾ ജയിച്ചത് എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. ഇപ്പൊ മനസ്സിലായല്ലോ. ജയിക്കാൻ വേണ്ടി ന്യൂനപക്ഷ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നില്ല. ന്യൂനപക്ഷം നിങ്ങളിപ്പോൾ ഇപ്പോഴും പറഞ്ഞോന്നറിയില്ല, അവര് ഒരു ഇലക്ഷന് 2 ആഴ്ച മുമ്പേ
പെട്ടെന്ന് പാർലമെൻറ്റ് കൂടിയപ്പോഴാണ് ഈ ട്രിപ്പിൾ തലാഖ് എടുത്തിട്ട് ആരാ എടുക്കുന്നത്? BJPയുടെ നേതാക്കന്മാരാണ്, മോദി തന്നെയാണ്. എന്തിനാണ്? മുസ്ലിമുകളെ ഭിന്നിപ്പിക്കാൻ. മുസ്ലിമുകളെ ഭിന്നിക്കുക വെച്ചാൽ അവർ ഞാൻ ആ ഭിന്നിപ്പ് ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഭിന്നിച്ചോട്ടെ. പ്രായമായവരും അല്ലാത്തവരും തമ്മിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ ട്രിപ്പിൾ തലാഖിനോട് എതിർപ്പുണ്ട്. ആ എതിർപ്പുള്ളവരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ അവരൊന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണ്ട, ഇതിനുള്ള ഇത്തരം എല്ലാ അടവുകളും പ്രയോഗിച്ചിട്ടുണ്ട്. ശ്രീ CP നാരായണൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് നല്ലവണ്ണം അനുഭവമുള്ള ആളാണ് ഫക്രുദ്ദീൻ അലിയുമായിട്ട് ഞാൻ ഒരുപാട് ചർച്ച നമ്മളെ ഈ ഫോറിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ CP നാരായണൻ പറഞ്ഞതുപോലെ BJP മുസ്ലിങ്ങളെ തന്നെ ഭിന്നിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? മുസ്ലിംസിന്റെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന സ്ത്രീകളുടെ ഇടയിലും അതുപോലെ തന്നെ യാഥാസ്ഥിര ആളുകളുടെ ഇടയിലും ഡിവിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന ട്രിപ്പിൾ തലാഖിനെ എതിർക്കുന്ന സ്ത്രീകളുടെ വിഭാഗത്തിലുള്ള ആളുകളുടെ ഇടയിൽ 10% ഉള്ളൂ, ബാക്കി 90% കൺസോൾട്ടേറ്റഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ UP-യിൽ BSPന്റെ മുസ്ലിംസിന്റെ കൺഫ്യൂഷൻ വന്നു. BSP വേണോ അതോ SP വേണോ? കാരണം മുഷാഫ് എന്ന കല ഉള്ളതുകൊണ്ട് SP ഉണ്ട്, SP-യുടെ എതിർപ്പുണ്ട്. എന്നാൽ കോൺഗ്രസ് വന്നതോട് കൂടി, കോൺഗ്രസ് ആണല്ലോ നേഷണൽ സേവ്, അതുകൊണ്ട് പിന്നെ കോൺഗ്രസ് ചെയ്യാൻ വന്നു. ഇതിന്റെ ഫലമായിട്ട് മുസ്ലിം വോട്ട് ഡിവൈഡ് ചെയ്തു. അതുകൊണ്ടാണ് ജയിക്കുന്നത്. ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ അല്ല, കൃത്യമായി മോഡിയുടെ തന്ത്രം. പിന്നെ രണ്ടാമത്തെ ഈ മോഡി പാൻ ഇന്ത്യൻ നേതാവെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന, രാഷ്ട്രീയമായി വിയോജികൾക്ക് അപ്പോൾ ഇഷ്ടപ്പെടുന്ന നേതാവായിരിക്കണം. അതായിരുന്നു നെഹ്റു, അതായിരുന്നു ഇന്ദിരാഗാന്ധി, അതല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. ആരെ പോലെ? ഗാന്ധിയെ പോലെയും ഇന്ദിരാഗാന്ധിയെ പോലെ. അങ്ങനെ അവരുമായിട്ട് കമ്പയർ ചെയ്യണമെന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ചില വസ്തുക്കൾ നമ്മൾ കാണാതെയാണ് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മോഡി ഒരു കരിസ്മാറ്റിക് ലീഡറാണ് ഇപ്പോൾ ഇന്ത്യയിൽ. നമ്മൾ വസ്തുത കാണണം, അല്ലാതെ നമ്മൾ കാണാതിരുന്നൊരു കാര്യമില്ല. കാരണം രണ്ട് ഘടകങ്ങളാണ് യോജിക്കുന്നത്. വളരെ വളരെ ബെസ്റ്റായിട്ടുള്ള ഈ രണ്ട് ഘടകങ്ങൾ. ഒന്ന്, ഫ്രണ്ടിൽ നടത്താൻ മോഡി, ബാക്കിൽ നിൽക്കാൻ അമിത്ഷാ. ശ്രീ ഞാൻ അതല്ല ചോദിച്ചത്. കരിസ്മാറ്റിക് ലീഡർ എന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമാ നടന്മാരുണ്ട്, വന്ന് നിന്ന് കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും കൂടും. അതുപോലെ ഉള്ള ഒരു അവസ്ഥയാണോ ഗാന്ധിയെ പോലെ? ഗാന്ധി എന്തുകൊണ്ടാണ് ഗാന്ധി ആളുകൾ എല്ലാവരെയും ആകർഷിച്ചത്? നരേന്ദ്രമോദി ആകുന്നുണ്ടോ? അല്ല, ഗാന്ധി യുഗമായിട്ട് ഇത് തരപ്പെടുത്താൻ അല്ലെങ്കിൽ അതിൽ ഗോരക്ഷകർ രാത്രി ക്രിമിനലുകൾ, എല്ലാവരും അല്ല, ചിലർ ഗോരക്ഷകർ രാത്രി ക്രിമിനൽ രാവിലെ ഗോരക്ഷയ്ക്ക് വരുന്നു എന്ന് നോർത്ത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയുമെങ്കിൽ ആ മനുഷ്യന്റെ സത്യസന്ധതയും ഇന്റഗ്രിറ്റി അംഗീകരിച്ചു കൊടുക്കണം. നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യം കൂടി, നരേന്ദ്രമോദി പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ കാണിച്ചതാണ്. ഇനി ഒരെണ്ണം കൂടി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നരേന്ദ്രമോദി അഖിലേഷ് യാദവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കുമോ? നമുക്ക് അതിനെക്കുറിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു മിനിറ്റ്. ഈ നരേന്ദ്രമോദി ഗോരക്ഷ സംരക്ഷണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ തുടക്കത്തിൽ ഇത് വന്നപ്പോൾ കുറേ MP-മാർ ഞങ്ങളവിടെ മറ്റേ സെൻട്രൽ ഹാളിൽ ഇരിക്കുമ്പോൾ ചില BJP MP-മാർ പറഞ്ഞത് ഈ സമയത്ത് വേണ്ടിയിരുന്നോ ഇത് പറയാൻ? എന്താ കാരണം എന്നറിയുമോ? അവരായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അവരെല്ലാം അത് ഒഴിഞ്ഞു വരികയായിരുന്നു. അവരെ തള്ളിപ്പറയണ്ടേ? അല്ല, പറയണ്ടെന്നാ പറയുന്നത്, ഇനിയും കാട്ടണമെന്നാണ് പറയുന്നത്. അല്ലല്ല, CP പറയുന്നത് ഇനി അവർ ചെയ്യട്ടെ. അല്ലല്ല, ഞാൻ പറയും. എന്താ അറിയാം? അല്ല, ഞാൻ പറയുന്നത് 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ നമ്മൾ പറയുന്ന ഈ ഇറച്ചി ബിസിനസ് ഇന്ത്യയിൽ. അതിൻ്റെ കണക്കുകൾ ധാരാളം ആ സമയത്ത് വന്നിരുന്നു. അതിൽ ഏതാണ്ട് 50,000-ഓളം കോടി രൂപ ഇന്ത്യക്കകത്തും 45,000 കോടി രൂപയുടെ ബിസിനസ് പുറത്ത് കയറ്റുമതി ചെയ്തിരുന്നു. 5-6 ലക്ഷം ആളുകൾ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ മുഴുവൻ ഉപജീവനം പലയിടത്തും ഇല്ലാതാക്കി. അല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, നമ്മുടെ ഷോലാപൂർ ഒരു കാര്യം കൂടി, ഷോലാപൂർ ചപ്പല് ലോകമാകെ പ്രസിദ്ധമാണ്. ഒരു ബ്രാൻഡ് നെയിമാണ് ഷോലാപൂർ. ആ ചപ്പൽ ബിസിനസ് ആകെ തകർത്തില്ലേ? കാരണം അതിന് റോ മെറ്റീരിയലായി കിട്ടേണ്ടത് മറ്റേ തുകലാണ്. ആ തുകൽ കിട്ടില്ല. ഒരു ചോദ്യം, ഈ തീവ്രതയുടെ ലൈനെ തെള്ളി പറയാൻ നരേന്ദ്രമോദി കാണിച്ച ആർജവത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകളായി നടന്നു വന്നിരുന്ന ഒരു ബിസിനസ് ഇനി നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയാ? വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് നടപ്പാക്കേണ്ട കാര്യങ്ങളല്ല, അത് ചില സുഭാഷിതങ്ങളാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു.
അത് പലതും നടപ്പാക്കുന്നില്ലല്ലോ. അപ്പൊ എന്തിനാ ഇത് മാത്രം നടപ്പാക്കുന്നത്? സംസ്ഥാനങ്ങൾക്ക് എഴുത്തെഴുതിയത് എല്ലാം കൂടെ കൂട്ടിക്കൊഴിക്കരുത്. ശ്രീ രാഹുൽ ഈശ്വർ കൂട്ടിക്കൊഴിക്കരുത്. ഡോക്ടർ സൂര്യനാരായണനോട് ചോദിക്കേണ്ടത് പ്രത്യേകം ചോദിക്കാം. പക്ഷേ ശ്രീ CP നാരായണൻ പറഞ്ഞതുപോലെ, അങ്ങേക്ക് നല്ലവണ്ണം അറിയാവുന്നതുപോലെ, അങ്ങ് പ്രസംഗവേദികളിൽ മത്സരങ്ങളിൽ പറയുന്നത് പോലെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ സുഭാഷിതങ്ങളാണ്. അതൊന്നും ഇവിടെ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നോർത്ത് ഇന്ത്യൻ ഒരു കൗ പൊളിറ്റിക്സിന്റെ സെന്ററിൽ നിന്നിട്ട് പ്രധാനമന്ത്രിയായ ഒരാൾക്ക് അത്രയും സ്ട്രോങ് ആയ സെന്റിമെന്റ് വേണ്ടാന്നല്ല, ഗോസംരക്ഷണത്തെ ബഹുമാനമാണെങ്കിലും അവരെ എന്ന് വിളിക്കാൻ ഒരു പ്രധാനമന്ത്രി ധൈര്യം കാണിച്ചെങ്കിൽ ശരി, അത് വലിയൊരു ഒരു കാര്യം കൂടി, ഈ ഇങ്ങനെ നമ്മൾ ഗോക്കളെ സംരക്ഷിക്കണമെങ്കിൽ എത്ര 1000 കോടി രൂപ വേണ്ടി വരും ഒരു വർഷം? നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ടോ? ഇവിടെ ജനങ്ങൾക്ക് റേഷൻ കൊടുക്കാൻ ഭക്ഷ്യസുരക്ഷയില് BJP-ക്കാരും കോൺഗ്രസ്സുകാരും എല്ലാവരും, ഞങ്ങൾ മാത്രമാണ് എതിർത്തത്. നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ 67%, നഗരപ്രദേശങ്ങളിൽ 50%, അത്രയും കൊടുത്താൽ മതി റേഷൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ റേഷൻ കൂടുതൽ ആളുകൾക്ക് കൊടുക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ആളുകൾ എന്തിനാ? അപ്പോൾ ജനങ്ങളെക്കാൾ കൂടുതൽ അല്ലല്ല, റേഷൻ അർഹതപ്പെട്ടവർക്ക് കൊടുത്താൽ മതി, തട്ടിപ്പുകാർക്കും ഇടനിലക്കാർക്കും കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത്. അതിന് ഇങ്ങനെ എന്തിനാ വ്യാഖ്യാനിക്കുന്നത്? അല്ലല്ല, അവരെ കണക്ക് വെച്ചിട്ട് അവരെ കണക്ക്, ഞാൻ പറയുന്ന കണക്കല്ല, ഇവിടുത്തെ പല ഗവൺമെന്റ് ഏജൻസികളും സബ്മിറ്റ് ചെയ്ത കണക്കിന്റെ പ്രകാരമാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഇത് നടപ്പിലാക്കിയത് BJP അല്ലല്ലോ. ഈ നിയമം നടപ്പിലാക്കിയത് BJP-ക്കാരും കോൺഗ്രസ്സുകാരായിട്ട് ഞങ്ങൾ അന്ന് അതിന് മാത്രമായി നിന്നുപോലെ ശ്രീ രാജേഷിന് തന്നെ താല്പര്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഈ പഞ്ചാബിന്റെ കാര്യത്തിൽ ഇവിടെ എല്ലാവരും പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ 10 വർഷമായി പഞ്ചാബിന്റെ സാമൂഹ്യ പുരോഗതി ഏത് വഴിക്കാണ് പോയതെന്നുള്ളത്. അവിടെ കുടുംബങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ മയക്കുമരുന്നിന് അടിമയില്ലാത്ത ആളുകൾ ഇല്ലാത്ത ഒരു കുടുംബത്തെ കണ്ടെത്താൻ സാധിക്കില്ല. അതിന്റെ ഉത്തരവാദിത്വമൊക്കെ ശിരോമണി അകാലിദളിൽ മാത്രം വെച്ചുകെട്ടി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമുണ്ടോ? അല്ല, പഞ്ചാബിലെ ഭരണത്തിൽ പോരായ്മ വന്നിട്ടുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ടാണല്ലോ ചർച്ച ആരംഭിച്ചത്. അതെ, ആ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അതൊന്നുകൂടെ ഓർമ്മിപ്പിച്ചതാണ്. തീർച്ചയായും അവിടുത്തെ ജനങ്ങൾ അതിന് വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് തന്നെ കൊടുത്തു. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJP അതിൽ പരിശോധന നടത്തും. പഞ്ചാബിൽ ഭരണവിരുദ്ധ തരംഗം അവർ അംഗീകരിക്കുന്നു അല്ലെ? തിരുത്തലുകൾ വരുത്തും BJP. ശരി, പഞ്ചാബിൽ ഭരണവിരുദ്ധ തരംഗം നിങ്ങൾ അംഗീകരിക്കുന്നു. തീർച്ചയായും പഞ്ചാബിലെ പരാജയം. ഇനി ശ്രീ ഉഴവൂർ വിജയൻ, പഞ്ചാബിലെ ഈ കഥ നമ്മളൊന്ന് അവസാനിപ്പിക്കണമെങ്കിൽ പഞ്ചാബിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ ആണ് പോകുന്നതെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അവിടെ നവജോത് സിംഗ് സിദ്ധു എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറും ക്യാപ്റ്റൻ അമരീന്ദർ എന്ന് പറയുന്ന മറ്റൊരു ക്യാപ്റ്റനും തമ്മിലുള്ള മത്സരമായി തന്നെ അത് അവശേഷിച്ച് മുന്നോട്ട് പോകുമോ? കോൺഗ്രസ് മര്യാദയ്ക്ക് അവിടെ മുന്നോട്ട് പോകുമോ? പെട്ടെന്ന് ക്രിക്കറ്റ് കളിക്കാരനായിരിക്കും മിക്കവാറും കളിയിൽ ജയിക്കാൻ സാധ്യത എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഏതായാലും രാജേഷ് അവിടുത്തെ തോൽവി സമ്മതിച്ചു. കോൺഗ്രസ് ഈ തോൽവിയിൽ ഈ വിജയത്തിൽ അഹങ്കരിക്കാതെ ഇനിയെങ്കിലും മറ്റു കാര്യങ്ങളിലൂടെ, ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിലറിയാം, ഇപ്പോൾ അരിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ അരിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നില്ല. ഇപ്പം രാജേഷ് പറഞ്ഞ പോലെ അവർ കണക്കുകളും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ഒരു BJP നേതാവിനോട് ഞാൻ ചോദിച്ചപ്പോൾ കേരളത്തിലാണ് ഷുഗറിൻ്റെ അസുഖം കൂടുതലുള്ളത്, അതുകൊണ്ട് അരി ഇച്ചിരി കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല. എന്തോ ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കിയോ ഇവിടെ കേരളത്തിൽ? ഇല്ല, നടപ്പിലാക്കിയില്ല. ഞങ്ങൾ അന്നേ എതിരാണ്. അത് നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ എല്ലാത്തിനും എതിരാണ്. നടപ്പിലാക്കുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് അരി കിട്ടും. ഞാൻ പറയുന്നേക്കല്ല, അന്നേരത്തേക്ക് ആള് മരിച്ചു പോയി. ഞാൻ ചോദിക്കട്ടെ, രാജേഷിനാണ് നിരാഹാരം ഇവിടെ FCI ഗോഡൌൺ തമാശക്കാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ FCI ഗോഡൌണിൽ വന്ന അരി എടുത്ത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചോ? യൂണിയൻ തർക്കം തീർക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അതൊന്നും അല്ല. LDF-ൽ ചോദിച്ചോ? ഞങ്ങൾ നരേന്ദ്രമോദി ഒന്ന് കാണാൻ അനുവാദം ചോദിച്ചിട്ട് കണ്ണിൽ അസുഖമാണ്, കാണാൻ പറ്റിയില്ല. അരുൺ ജെയ്റ്റ്ലിയെ കാണാൻ പറഞ്ഞല്ലോ, നിലപാട് അരുൺ ജെയ്റ്റ്ലിയെ കാണാൻ പറഞ്ഞല്ലോ. അതോ അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കാനല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോ അത് വേണ്ട. ഇവരുടെ ഒരു മന്ത്രി, ഞാൻ ഈ പ്രശ്നം പാർലമെന്റിൽ കഴിഞ്ഞ സെഷനിൽ ഉന്നയിച്ചപ്പോൾ ഇവരുടെ ഒരു മന്ത്രി അനന്തകുമാർ ഞങ്ങളത് ഗൗരവമായി പരിശോധിക്കാൻ തുടങ്ങി. അവിടെ നിന്നും ഇത് ഈ അരിയുടെ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ CP, FCIയുടെ ഗോഡൌണിൽ വന്ന അരി ഇവിടത്തെ അട്ടിക്കൂലി പ്രശ്നം പരിഹരിച്ച് യഥാസമയം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചു? എത്ര മാസം കടന്നു? അതല്ല കാര്യം. അനുഭവമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടായ അനുഭവമാണ്. എത്ര ടൺ അരി അവിടെ കെട്ടുകിടന്ന് നശിച്ചു പോയത്?
ഈ കാര്യത്തിൽ ഈ നരേന്ദ്രമോദിക്ക് എന്താണ് ഈ നേതാക്കളെ കണ്ടാലുള്ള കുഴപ്പം കേരളത്തിലെ? നരേന്ദ്രമോദി കേരള ഗവൺമെന്റ് ചോദിച്ച ഏത് സമയത്ത് കാണാൻ പറ്റില്ല ഇപ്പൊ ഏറ്റവും ഒടുവിലും സമ്മതിച്ചില്ല. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സമ്മതിക്കാത്തത്. ഒരു ദിവസം നിശ്ചയിച്ച് അതേ ദിവസം കാണണമെന്ന് പറഞ്ഞാൽ ഈ ദിവസം സാധിക്കില്ല. കത്ത് എഴുതിയത് ഞാൻ പറയട്ടെ, ആ കത്ത് എഴുതിയത് 2 ദിവസം പറഞ്ഞു. അല്ല, രണ്ട് ദിവസം നിർദ്ദേശിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ദിവസം അദ്ദേഹം പറയും. പറഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഈ പട്ടിണി കിടക്കുന്ന ജനതയെ നിങ്ങളുടെ നേതാവ് കാണുന്നില്ലേ? ഈ പട്ടിണി കിടക്കുന്ന ജനതയെ നരേന്ദ്രമോദി കാണുന്നില്ലേ? ലാലൊരു കാര്യം ചെയ്യും. 2013 നടപ്പിലാക്കിയ ഭക്ഷ്യസുരക്ഷാ നിയമം 2017 വരെ തലയിണയിൽ വെച്ചിരുന്ന ഭരണകൂടങ്ങളെ ലാല് കാണുന്നില്ലേ? അതിന്റെ ചോദിക്കാത്തത് ഞാനിത് ചോദിച്ചിട്ട് കാര്യമില്ല. BJP-ക്കാർ കേരളത്തിലെ ജനതയോട് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോ അവർ ചോദിക്കും. നരേന്ദ്രമോദി മറ്റുള്ളിടത്ത് ചോദിച്ച പോലെ ആയിരിക്കില്ല. ശ്രീ VV രാജേഷ് അതിന് എന്ത് മറുപടി പറയുന്നതാണ് അറിയേണ്ടത്. ശരി, എന്തായാലും നമുക്ക് പഞ്ചാബിന്റെ കാര്യത്തിലുള്ള ചർച്ചയാണ് കേരളത്തിലെ അരിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഇനി മണിപ്പൂറും ഗോവയും വ്യക്തമായി ചർച്ച ചെയ്യാനുണ്ട്.